ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും അതുകൊണ്ടൂടെ സ്കൂളിൽ പോകാൻ പോവാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ സ്കൂളിൽ കൊണ്ടാക്കണം. ഇന്ന് ബുധനാഴ്ചയാണ്, അതുകൊണ്ട് കളർ ഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ടും പെട്ടെന്ന് ഇറങ്ങി വരുന്നില്ല. എനിക്ക് സ്കൂളിൽ ഇന്ന് പ്രാക്ടീസ് ഇല്ല. അപ്പം നമ്മളുടെ ആനുവൽ ഡേ ഇങ്ങനെ അടുത്ത് വരുവാണ്. അപ്പം നമുക്ക് പേരൻസിൻ്റെ ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞാൻ ആദ്യത്തെ സ്കൂളിൽ വിട്ടിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നാഫിലയും പാത്തും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫാത്തിമ 1 ആണ് കേട്ടോ. ഒരു ഫാത്തിമ 2 വരാനുണ്ട്. അവരെ വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം ബസ്സൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവളുമാർ ലേറ്റാക്കി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും മന്ദം നടന്നു വരുന്നുണ്ടായിരുന്നു. നമ്മുടെ പാത്തു 2ഉം നമ്മുടെ ശാലിനി. അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ സ്റ്റൈലിലൊക്കെയാണ് കേട്ടോ നടന്നു വരുന്നത്. ഞങ്ങൾ നല്ല വഴക്ക് പറയുന്നുണ്ടായിരുന്നു. 2 ബസ് അങ്ങ് പോയി. അപ്പോൾ പിന്നെ അടുത്ത ബസ് വരാൻ എന്തായാലും ഭയങ്കര താമസമായിരിക്കുമല്ലോ. അപ്പം താമസിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ അഞ്ജുവും രഞ്ജു ചേച്ചിയും പോസ്റ്റാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബസ് കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു. നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്ര ആദ്യമായിട്ടാണ്. അപ്പം ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഈ ഒരു യാത്ര നമ്മൾ കുറേ ദിവസം കൊണ്ടേ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പാരിപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പാരിപ്പള്ളിയിൽ സിംലയിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മുടെ 2 ഫ്രണ്ട്സ് എപ്പോഴേ വന്നിരിപ്പുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് നടന്നൊക്കെ പോകാനായിട്ട്. അങ്ങനെ നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളൊരു സൈഡ് പിടിച്ചങ്ങ് നടന്ന് കടയിലേക്ക് പോയി. നമ്മളൊരു കേരള സ്റ്റൈൽ ഡാൻസാണ് കളിക്കുന്നത്. വെൽക്കം ഡാൻസാണ്. അപ്പം നമുക്കൊരു സെറ്റ് സാരി വേണ്ടാന്ന് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അത് കളിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ പകുതി പേർക്കും സെറ്റ് സാരി അത്ര കംഫർട്ടബിളും അല്ല. അപ്പം ഇവിടെ അധികം കളക്ഷൻ ഇല്ല. അങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. ഇത് നമ്മുടെ രഞ്ജു ചേച്ചിയാണ് കടയിൽ വെയിറ്റ് ചെയ്തിരുന്നത്. നമ്മുടെ മെയിൻ ആളാണ് കേട്ടോ ചേച്ചി. അപ്പം നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി കൊട്ടിയ സിംലയിലേക്ക് വന്നു. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, നമുക്ക് ഇത്രയും പേർക്കുള്ളത് ഒന്നിച്ചെടുക്കാൻ അവിടെ ഇല്ല. ബ്ലൗസ് പീസ് എടുക്കുകയാണെങ്കിൽ ഷോള് ഒന്നിച്ചെടുക്കാനുള്ളത് കാണത്തില്ല. ഷോൾ എടുക്കുകയാണെങ്കിൽ ബ്ലൗസ് പീസ് കാണത്തില്ല. അങ്ങനെ എല്ലാ കളറും നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുമ്പം എന്തെങ്കിലും ഒരു കുഴപ്പം വരും. അങ്ങനെ നമ്മൾ കുറച്ച് പേര് NK ഫാബ്രിക്സിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഏകദേശം സാധനം അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു. അവിടെ വന്നപ്പോഴത്തേക്കും ഏത് കളർ എടുക്കുമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി അവസാനം നല്ലൊരു കളറ് ബ്ലൗസ് പീസൊക്കെ സെലക്ട് ചെയ്തെടുത്തു. പിന്നെ ആ ചേച്ചി ഇതെല്ലാം മുറിച്ച് ഇങ്ങനെ തരുവാണ്. ഇത്രയും പേർക്കുള്ളത് എല്ലാവർക്കും പല അളവാണല്ലോ. അങ്ങനെ ആ ചേച്ചി നമ്മുടെ കൂടെ കുറേ നേരം സഹകരിച്ചു. നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് യൂട്യൂബ് ചാനലിനെ പറ്റിയൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചിട്ട് വേണമല്ലോ വീഡിയോ ഒക്കെ എടുക്കാൻ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അങ്ങനെ നമ്മളോട് നല്ലതായിട്ട് സഹകരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം മുറിച്ച് വാങ്ങിക്കഴിഞ്ഞപ്പോഴേ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു വിശപ്പാണ്. ഇവളാണെങ്കിൽ വിശന്ന് കുരുങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലടിക്കാനായിട്ട് ലിഫ്റ്റ് ഇറങ്ങി താഴെ പോവുകയാണ് കേട്ടോ. നമ്മളങ്ങനെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിറങ്ങി. നമുക്ക് പാവാടയുടെ പീസും ബ്ലൗസ് പീസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഷോൾ കിട്ടിയിട്ടില്ല. ഷോൾ ആ കളർ കിട്ടാൻ വലിയ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ വാങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ ഷോൾ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷോൾ വാങ്ങാനല്ല ഈ പോകുന്നത്. നമുക്ക് മെയിനായിട്ട് എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഫുഡ് കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡിലെങ്ങും ഇല്ല. അപ്പം നാഫിൽ എവിടെയോ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. എല്ലാവരും
വലഞ്ഞ് ഒരു എന്താ നടക്കാൻ പോലും ഒരു ഇതില്ലാതാണ് വരുന്നത് കേട്ടോ. നല്ല വെയിലും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അഞ്ചൂസും പാത്തുമാണ് നമുക്ക് മുന്നേ നടന്നു പോകുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു കേട്ടോ. പെട്ടെന്ന് ആ ചൂടത്തുനിന്ന് വന്നിരുന്നപ്പം ഭയങ്കര ആശ്വാസമായിരുന്നു. എല്ലാവരും വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. അങ്ങനെ നമ്മൾ ഒരു ബിരിയാണിയൊക്കെ ആയിരുന്നു പറഞ്ഞത് എല്ലാവരും. രഞ്ജു ചേച്ചി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് വേറൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് ആ വഴി തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണി വന്നു. ബിരിയാണി വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് സ്ഥലം വിടണം, കുട്ടികളെ സ്കൂളിൽ പോയി വിളിക്കണം, പിന്നെ ഷോള് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ എല്ലാവരും കഴിച്ചു. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഷാളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് നമ്മൾ ബസ്സിൽ കയറി. നേരിട്ട് ഒയൂരോട്ട് പോകുന്നൊരു ബസ്സാണിത്. അങ്ങനെ ഇന്നത്തെ യാത്ര എനിക്ക് ഒരുപാട് സന്തോഷം തന്ന യാത്രയാണ്. എൻ്റെ പഠിക്കുന്ന കാലത്തേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോയി ഫ്രണ്ട്സുമായിട്ടൊക്കെയുള്ള യാത്ര. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.